യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സാമുവലിൻ്റെ 1-ാം പുസ്തകത്തിൽ 15-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. 1 സാമുവൽ 15-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. കർത്താവ് സാമുവലിനോട് അരുൾ ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. കർത്താവ് സാമുവലിനോട് അരുൾ ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. ദൈവം താൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഖേദിക്കുകയാണ്. ആ ഖേദം തൻ്റെ പ്രിയപ്പെട്ട സാമുവൽ പ്രവാചകനോട് പറയുകയാണ്. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ചും ആ വ്യക്തിയെ തിരഞ്ഞെടുത്ത് ഉയർത്തി വലിയവനാക്കിയതിനെക്കുറിച്ചും ദൈവം തന്നെ ഖേദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്ത് ഉയർത്തിയതിൽ ഖേദിച്ചത്? ദൈവത്തിന് ഖേദം തോന്നിയത്. നമ്മൾ ആ 15-ാം അധ്യായത്തിലൂടെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും. ദൈവം സാവൂളിനെ തിരഞ്ഞെടുത്തത് എവിടെ നിന്നാണ്? ദൈവം സാവൂളിനെ തിരഞ്ഞെടുത്തത് വളരെ എളിയ സാഹചര്യങ്ങളിൽ നിന്നാണ് ദൈവം സാവൂളിനെ തിരഞ്ഞെടുത്തത്. വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, സാവൂൾ കടന്നു വരുന്നത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഗോത്രമായ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നാണ്. ഈ ബെഞ്ചമിൻ ഗോത്രം ഏറ്റവും ചെറിയ ഗോത്രം. മറ്റു ഗോത്രങ്ങളെക്കാൾ ഏറ്റവും ചെറിയ ഗോത്രമാണ് ബെഞ്ചമിൻ ഗോത്രം. ആ ബെഞ്ചമിൻ ഗോത്രത്തിലെ വളരെ എളിയ ഒരു കുടുംബമാണ് അബിയേലിൻ്റെ കുടുംബം. ആ അബിയേലിൻ്റെ കുടുംബത്തിൽ വളരെ ഒരു എളിമ നിറഞ്ഞൊരു മനുഷ്യനാണ് കിഷ്. ആ കുടുംബത്തിൽ നിന്നാണ് ദൈവം സാവൂളിനെ തിരഞ്ഞെടുക്കുന്നത്. ദൈവം വളരെ ചെറിയ സാഹചര്യങ്ങളിൽ നിന്ന്, എളിയ സാഹചര്യങ്ങളിൽ നിന്നാണ് സാവൂളിനെ ഉയർത്തുന്നതും വലുതാക്കുന്നതും വളർത്തി വലുതാക്കുന്നതും. അങ്ങനെ ദൈവം സാവൂളിനെ തിരഞ്ഞെടുത്തു. അവൻ്റെ യോഗ്യതകൾ നോക്കാതെ, അവൻ്റെ കുറവുകൾ നോക്കാതെ ദൈവം സാവൂളിനെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ദൈവം സാവൂളിനെ വളർത്തി വലുതാക്കി രാജാവാക്കി. രാജാവായി ആദ്യ നാളുകളിലൊക്കെ സാവൂള് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചും ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചും മാത്രമാണ് പ്രവർത്തിച്ചത്. ആദ്യ നാളുകളിലൊക്കെ സാവൂള് ദൈവത്തെ പ്രസാദിപ്പിച്ചും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചും മുമ്പോട്ട് പോയി. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ, കുറെ പ്രശസ്തനായി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ സാവൂൾ തൻ്റെ ബുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വാക്കുകളേക്കാൾ, ദൈവത്തിൻ്റെ കൽപ്പനകളേക്കാൾ തൻ്റെ ബുദ്ധിക്ക് സാവൂൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് ദൈവം പറഞ്ഞ ഒരു കാര്യം നിരസിച്ചുകൊണ്ട് സാവൂൾ പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിന് സാവൂളിൻ്റെ മേൽ വലിയ ഖേദം തോന്നുകയാണ്. സാവൂളിനെ തെരഞ്ഞെടുത്തതിനെ പ്രതി ഖേദം തോന്നുകയാണ്. അപ്പോൾ സാമുവൽ പ്രവാചകനോട് ദൈവം അത് പറയുകയാണ്, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. സ്നേഹമുള്ളവരെ, ദൈവം ഒരാളെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ചും ആ ആളെ വളർത്തിയതിനെക്കുറിച്ചും ഉയർത്തിയതിനെക്കുറിച്ചും വലിയൊരു സ്ഥാനം കൊടുത്തതിനെക്കുറിച്ചും ഖേദിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു വലിയ സങ്കടമാണ്. ഈ സാവൂളിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരെയുമാണ് നമ്മൾ വെച്ച് നോക്കേണ്ടത്. ദൈവം എന്നെ തിരഞ്ഞെടുത്തതിൽ സന്തോഷിക്കുമോ? ദൈവം എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയതിൽ ഖേദിക്കുമോ? അത് നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ട ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ സാവൂളിനെ പോലെ ആദ്യകാലങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനകൾ വേണ്ടതുപോലെ അനുസരിച്ചും ദൈവം പറയുന്നത് മാത്രം പ്രവർത്തിച്ച് മുമ്പോട്ട് പോയ നമ്മൾ പിന്നീട് ജീവിത വഴികളിൽ നമ്മുടെ ബുദ്ധിയിലും അല്ലെങ്കിൽ പ്രായോഗികമായ ചിന്തകളിലും കൂടുതൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് അകന്നു പോകാൻ ഇടവന്നിട്ടുണ്ടോ? എന്നെ തെരഞ്ഞെടുത്ത ദൈവം, എന്നെ ഉയർത്തിയ ദൈവം
വളർത്തി വലുതാക്കിയ ദൈവം എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ എൻ്റെ ചിന്തകളെക്കുറിച്ചോ എന്നും സന്തോഷിക്കുകയായിരിക്കുമോ, ഖേദിക്കുമോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ദൈവം എന്തുകൊണ്ടാണ് സാവൂളിനെക്കുറിച്ച് ഖേദിച്ചത്? ദൈവം ഖേദിക്കാൻ കാരണം അവൻ ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങളിൽ നിന്ന് സാവധാനം അകന്നുപോയി. ദൈവം അവന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ നിന്ന് സാവധാനം അകന്നു പോയപ്പോഴാണ് സാവൂളിനെക്കുറിച്ച് ദൈവം ഖേദിക്കുന്നത്. സാവൂൾ ചെയ്ത കാര്യങ്ങൾ വലിയ കാര്യങ്ങളാണ്. സാവൂൾ ചെയ്ത കാര്യങ്ങൾ പ്രായോഗികമായി നല്ല കാര്യങ്ങളാണ്. പക്ഷേ ദൈവം പറഞ്ഞതനുസരിച്ചല്ല സാവൂൾ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ദൈവം സാവൂളിനെ തെരഞ്ഞെടുത്തതിൽ, രാജാവാക്കിയതിൽ ഖേദിക്കുന്നത്. ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങളിൽ നിന്ന് അകന്നു പോയതുകൊണ്ടാണ് ഇപ്രകാരം ദൈവം തൻ്റെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ദൈവം ഖേദിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്നും നമ്മുടെ ആത്മീയ പിതാക്കന്മാരിൽ നിന്നും തിരുസഭയിൽ നിന്നും ഇതുപോലെ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സാവധാനം അകന്നു പോകാനുള്ള ഒരു സാധ്യത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 1-ാം തിരുവചനം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 1-ാം തിരുവചനം. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുക: നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ നാം അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ നാം അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. കർത്താവിൻ്റെ ഈ തിരുവചനത്തിൽ, ഹെബ്രായ ലേഖനത്തിൽ, ഈ ലേഖനകർത്താവ് ഹെബ്രായരോട് പറയുകയാണ്, കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ നമ്മൾ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കേട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? കേട്ടിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ച്, കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അകന്നു പോകുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ തീഷ്ണത കുറയുക, പ്രാർത്ഥന കുറയുക, മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അകന്നു പോവുക എന്ന് അർത്ഥമാക്കുക. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? വചനം പറയുകയാണ്, നമ്മൾ എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത് ആ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. സ്നേഹമുള്ളവരെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ലേഖനകർത്താവ് ഇപ്രകാരം ഒരു വചനം എഴുതാൻ കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ഹെബ്രായ ലേഖനകർത്താവ് ഇങ്ങനൊരു കാര്യം ഹെബ്രായരോട് പറയുന്നത്? അതിൻ്റെ ചരിത്രം എങ്ങനെയാണ്? ഈ ഹെബ്രായർ, നമുക്കറിയാം, യഹൂദർ, അവർ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നവരാണ്. അവർ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഒത്തിരിയേറെ ത്യാഗം സഹിച്ചും പ്രതിസന്ധികളെ അതിജീവിച്ചും കഷ്ടതകൾ സഹിച്ചും ഒത്തിരിയേറെ അവഗണനകളെയും പീഡനങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് അവർ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഈ യഹൂദർ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ചില സഹനങ്ങളും ഒക്കെ കടന്നു വന്നപ്പോൾ അവരിൽ പലരും അവർ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. കുറേ ആളുകൾ യഹൂദ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തുടങ്ങി. കുറേ ആളുകൾ അവർ യേശുവിൽ വിശ്വസിച്ച് ജീവിച്ചെങ്കിലും തീഷ്ണതയില്ലാതെ, അധികം താല്പര്യമില്ലാതെ അവർ ജീവിക്കാൻ തുടങ്ങി. ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഹെബ്രായ ലേഖനകർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു പോവുകയാണ്, അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് വചനം പറയാണ്, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നാം അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. സ്നേഹമുള്ളവരെ, ഇത് ഹെബ്രായക്കാരോട് മാത്രം പറഞ്ഞൊരു വചനമല്ല, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുള്ള ഒരു സാധ്യതയാണത്. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും അകന്നു പോകാനുള്ള ഒരു സാധ്യത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നമ്മൾ ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, സുവിശേഷത്തിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, തിരുസഭയിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, നമ്മൾ ഓരോരുത്തരും അംഗങ്ങളായിരിക്കുന്ന സഭയിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, നമ്മുടെ ആത്മീയ പിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാനൊരു സാധ്യത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. അങ്ങനെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വചനം പറയുകയാണ്, അവയിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്.
എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത് ആ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. സ്നേഹമുള്ളവരെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ തുടക്കം മുതലേ കേട്ടിട്ടുണ്ടോ ആ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ കൂടുതൽ ചെലുത്തേണ്ടതുണ്ട്. ശ്രദ്ധ കുറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിക്കും. അത് ഭൗതിക ജീവിതത്തിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശ്രദ്ധ കുറയുന്നത് അത് അപകടങ്ങളിലേക്ക് കൊണ്ടുപോകും. ഞാനൊരിക്കൽ ഒരു പത്രത്തിൽ ഒരു ചിന്താവിഷയത്തിൽ വായിച്ചതാണ്. ഒരു സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജിൽ MBBS സ്റ്റുഡൻസിന് ക്ലാസ് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അവരെ അനാട്ടമി പഠിപ്പിക്കുന്ന പ്രൊഫസർ ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്നു. അനാട്ടമി പഠിപ്പിക്കുന്ന പ്രൊഫസർ ക്ലാസ്സിൽ വന്നിട്ട് ഈ MBBS സ്റ്റുഡൻസിനെ എല്ലാവരെയും തൻ്റെ ചുറ്റും നിർത്തി. അങ്ങനെ അവരെല്ലാവരും ചുറ്റും നിർത്തിയിട്ട് അദ്ദേഹം ഈ അനാട്ടമി പ്രൊഫസർ ഒരു സർജിക്കൽ ടേബിളിൻ്റെ അരികിൽ നിന്നും ഈ ടേബിളിൽ ഈ മേശപ്പുറത്ത് ഒരു ചത്ത പട്ടിയെ കിടത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ MBBS പഠിക്കുന്ന കുട്ടികളെല്ലാവരും ചുറ്റും വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അനാട്ടമി പ്രൊഫസർ ഈ കുട്ടികളോട് ആദ്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം അതിങ്ങനെയാണ്: ഒരു ഡോക്ടർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗുണങ്ങളാണ് ആദ്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒരു ഡോക്ടർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ഗുണം ഇതാണ്: മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച ഒരു കാര്യത്തിനും നമുക്ക് അറപ്പോ വെറുപ്പോ ഉണ്ടാകാൻ പാടില്ല. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച ഒരു കാര്യത്തിനും നമുക്ക് അറപ്പോ വെറുപ്പോ ഉണ്ടാകാൻ പാടില്ല. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ആ ടേബിളിൽ കിടക്കുന്ന ചത്ത പട്ടിയുടെ വായിൽ വിരലിട്ട് അതിനുശേഷം അദ്ദേഹം തൻ്റെ വായിൽ വെച്ച് രുചിച്ചു നോക്കി ചുറ്റും നിന്ന ഈ MBBS സ്റ്റുഡൻസിനോട് പറഞ്ഞു, നിങ്ങളും ഇതുപോലെ ചെയ്യുക. അപ്പോൾ അദ്ദേഹം ഈ ടേബിളിൽ കിടക്കുന്ന ചത്ത പട്ടിയുടെ വായിൽ വിരലിട്ട് തൻ്റെ വായിൽ വിരൽ വെച്ച് അത് രുചിച്ചു നോക്കി തൻ്റെ ചുറ്റും നിൽക്കുന്ന കുട്ടികളോട് പറയുകയാണ്, നിങ്ങളും ഇതുപോലെ ചെയ്യുക. അപ്പോൾ MBBS പഠനത്തിൻ്റെ ആദ്യ ദിവസങ്ങളാണ്. എങ്ങനെ ഈ പ്രൊഫസറെ മുഷിപ്പിക്കും, അത് അവർക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി വളരെ മടിച്ചും അറപ്പോടൊക്കെ കൂടെ ആ പട്ടിയുടെ വായിൽ കൈയിട്ടിട്ട് അവൻ്റെ വായിൽ വെച്ച് രുചിച്ചു നോക്കി. മറ്റു കുട്ടികളൊക്കെ നോക്കി എന്താ സംഭവിക്കുന്നത്. അവർ നോക്കിയപ്പോൾ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ സാവധാനം ഓരോരുത്തരായിട്ട് ഈ പട്ടിയുടെ വായിൽ വിരൽ വെച്ച് അവരൊക്കെ രുചിച്ചു നോക്കി. അങ്ങനെ ആദ്യത്തെ ഒരു കടമ്പ കടന്നതിൻ്റെ സന്തോഷത്തിലും ആശ്വാസത്തിലും ഈ കുട്ടികൾ നിൽക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഒരു ഡോക്ടർക്കുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇതാണ്: ഓരോ കാര്യവും ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ചെയ്യണം. ഓരോ കാര്യവും ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ പട്ടിയുടെ വായിൽ വിരലിട്ടത് എൻ്റെ നടുവിരലായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ വായിൽ വെച്ച് രുചിച്ചത് ചെറുവിരലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഡോക്ടർ ആ കുട്ടികളോട് പറഞ്ഞു, ഇപ്പോൾ ഈ ആദ്യ ക്ലാസ്സിൽ തന്നെ ഇത്രയും വലിയൊരു അബദ്ധം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ആ പ്രൊഫസർ ആ കുട്ടികൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ അവർക്കൊരു വലിയ പാഠം പറഞ്ഞു കൊടുത്തു. അതിതാണ്, ജീവിതത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഏറെ അബദ്ധങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് ഒരു ഡോക്ടർക്ക് ശ്രദ്ധിക്കാതിരുന്നാൽ, സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കാതിരുന്നാൽ വലിയ അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഈ വലിയൊരു പാഠം ഈ അനാട്ടമി പ്രൊഫസർ ഈ കുട്ടികൾ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു. വാസ്തവത്തിൽ വലിയൊരു സത്യമാണ് ആ പ്രൊഫസർ കുട്ടികളെ പഠിപ്പിച്ചത്. അതായത്, സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കാതിരുന്നാൽ ജീവിതത്തിൽ നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ട് പലവിധത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തും ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു കടൽ തീരത്ത് ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക. ശ്രദ്ധ കുറഞ്ഞാൽ ഒരുപക്ഷെ 44-ാമത്തെ ആൾ നിങ്ങളാകാം, ഒരുപക്ഷെ 65-ാമത്തെ ആൾ നിങ്ങളാകാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചിലരുടെ ശ്രദ്ധ കുറയുമ്പോൾ 65-ാമത്തെ ആൾ അവരായിത്തീരുന്നത് നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്. ഇപ്പം ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ ശ്രദ്ധ കുറഞ്ഞാൽ
അപകടങ്ങൾ സംഭവിക്കുന്നത് പോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധ കുറഞ്ഞാലും അപകടങ്ങൾ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഭൗതിക ജീവിതത്തിൽ ഒരു വ്യക്തി ശ്രദ്ധിക്കാതെ കാര്യങ്ങൾ ചെയ്താൽ അപകടങ്ങളും അബദ്ധങ്ങളും സംഭവിക്കുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കാതിരുന്നാൽ, പ്രാർത്ഥനയിലും വിശുദ്ധമായ ജീവിതത്തിലും ദൈവകൽപ്പനകളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യത്തിലും ഒരു വ്യക്തി ശ്രദ്ധിക്കാതെ ഇരുന്നാൽ അവരുടെ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നത്, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അകന്നു പോകാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ കേട്ടിട്ടുള്ളത് അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. സ്നേഹമുള്ളവരെ, ഈ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോവുക എന്ന് പറയുന്നത് സുവിശേഷത്തിൽ നിന്നും യേശുവിൻ്റെ വചനത്തിൽ നിന്നും കർത്താവ് നമ്മുടെ ആത്മീയ പിതാക്കന്മാരിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ അകന്നു പോയിട്ടുണ്ടാകാം. അകന്നു പോകാനുള്ള സാധ്യതകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു വ്യക്തി അകന്നു പോകാനിടയുള്ള രണ്ട് പ്രധാനപ്പെട്ട സാധ്യതകൾ. ഒന്ന്, ജീവിതത്തിൽ എല്ലാം നന്നായി പോകുമ്പോൾ, വളരെ സന്തോഷത്തോടെ വിജയങ്ങളോടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങൾ മറന്നു പോകാം. സാവൂളിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നന്നായി പോകുമ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാം. രണ്ടാമത്തെ ഒരു സാധ്യത, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ദുഃഖങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും രോഗങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നിരാശപ്പെട്ട് നമ്മൾ കേട്ട കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ഇടയുണ്ട്. ജോബിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ജോബിനെക്കുറിച്ച് നമ്മൾ ഇത്രയും മനോഹരമായിട്ട് പ്രസംഗിക്കാനും ചിന്തിക്കാനും കാരണം അദ്ദേഹം ഒരിക്കലും കേട്ട കാര്യങ്ങളിൽ നിന്ന് അകന്നു പോയില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ എത്ര വലിയ രോഗങ്ങൾ വന്നിട്ടും, എത്ര വലിയ തകർച്ചകൾ വന്നിട്ടും, എത്ര വലിയ പ്രതിസന്ധികൾ വന്നിട്ടും അദ്ദേഹം ദൈവത്തിൽ നിന്നും തൻ്റെ പിതാക്കന്മാരിൽ നിന്നും എന്തൊക്കെ കേട്ടിട്ടുണ്ടോ അതിൽ നിന്നും അകന്നു പോയില്ല എന്നുള്ളതാണ് ജോബിന്റെ ജീവിതത്തിലെ വലിയ വിജയത്തിന്റെ അടിസ്ഥാന കാരണം. ജോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 21-22 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ ഒരു വചനം വായിക്കും: ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. അങ്ങനെയാണ് ആ വചനം പറയുന്നത്. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല എന്നാണ് ആ വചനത്തിന്റെ അർത്ഥം. ഈ സാഹചര്യത്തിൽ ജോബിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പാപം ചെയ്യാനിടയുണ്ട്. ജോബിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ദൈവത്തെ പഴിക്കാനിടയുണ്ട്, ദൈവത്തെ കുറ്റം പറയാനിടയുണ്ട്. അപ്പോൾ ജോബിനെ കുറിച്ച് വചനം പറയുകയാണ്, ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. അതായത് ഈ ജോബിന്റെ സ്ഥാനത്തോ വേറെ ആരുമായിരുന്നാലും ഈ സാധ്യതയുണ്ട്. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ, ജോബിന്റെ സ്ഥാനത്ത് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ, ജോബിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമെങ്കിലും ജോബിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ, ജോബിന്റെ അനുഭവങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോയിരുന്നെങ്കിൽ അവിടെ ദൈവത്തെ പഴിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്, പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുക, ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മൾ സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാനൊരു സെമിനാരിൽ പ്രവേശിച്ച അന്ന് മുതൽ, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിച്ച ആ നാളുകൾ മുതൽ ഞാൻ കേട്ട കാര്യങ്ങളിൽ നിന്ന്, ഞാൻ വിശ്വസിച്ച കാര്യങ്ങളിൽ നിന്ന്, ഞാൻ ദൃഢമായി മറ്റുള്ളവരെ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. ആത്മശോധന ചെയ്ത് എൻ്റെ ദൈവം എൻ്റെ ഇന്നത്തെ പ്രവൃത്തികളെക്കുറിച്ച് ഖേദിക്കുമെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ ഖേദം മാറ്റി ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മളിൽ പലരും നമ്മളെ തന്നെ വേണ്ടതുപോലെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതുപോലെ ദൈവത്തെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ ദൈവഹിത പ്രകാരം മുമ്പോട്ട് പോകാനും സാധിക്കാത്തത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ നമ്മൾ 17-ാം തിരുവചനം വായിക്കുമ്പോൾ അവിടെ 17 തിരുവചനങ്ങളിൽ
യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ. നമുക്ക് വളരെ വ്യക്തമാണ്, ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മളെല്ലാവരും പ്രസംഗിക്കുന്നതാണ്. ഒരു ധനികനായ യുവാവ് യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നു. ഈ ധനികനായ യുവാവ് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് യേശുവിനോട് ചോദിച്ചു. യേശുവിനോട് പറഞ്ഞു, കൽപ്പനകൾ നിനക്കറിയാമല്ലോ. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഞാൻ കൽപ്പനകൾ പാലിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ യേശു സ്നേഹത്തോടെ അവനെ നോക്കിക്കൊണ്ട്, അവനെ കടാക്ഷിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം എന്നെ അനുഗമിക്കുക. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ അരികിൽ വന്ന് യേശുവിനോട് സംസാരിച്ചതിന് ശേഷം അവൻ്റെ അരികിൽ നിന്ന് വിഷാദിച്ചു പോയിട്ടുള്ളവർ ചുരുക്കം പേരെയുള്ളൂ. യേശുവിൻ്റെ അരികിൽ വന്ന് യേശുവിനോട് സംസാരിച്ച് ഇടപഴകിയതിന് ശേഷം വിഷാദിച്ചു പോയവരിൽ ഒരാളാണ് ഈ ധനികനായ യുവാവ്. അവൻ യേശുവിൻ്റെ അരികിൽ നിന്ന് വിഷാദിച്ചു പോയതിനാൽ അവൻ തെളിയിച്ചു, യേശു പറഞ്ഞ കാര്യം സത്യമാണെന്ന് അവൻ ജീവിതത്തിലൂടെ തെളിയിച്ചു. കാരണം അവന് സമ്പത്തിനോട് ഉണ്ടായിരുന്ന മനോഭാവം ശരിയല്ലായിരുന്നുവെന്ന് അവൻ തെളിയിച്ചത് യേശു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വിഷാദിച്ച് യേശുവിൻ്റെ അരികിൽ നിന്ന് പോയപ്പോൾ അവനത് തെളിയിച്ചു. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ അരികിൽ ഈ യുവാവ് നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളിൽ പലരെയും പോലെ നല്ല കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ആ യുവാവ് ആത്മവിശ്വാസത്തോടെയാണ് യേശുവിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്നത്. എന്നാൽ അവനറിയാത്ത അവൻ്റെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ അവൻ്റെ ജീവിതത്തിലെ കുറവുകളാണെന്നും നിത്യജീവൻ ലഭിക്കുന്ന തടസ്സമാണെന്നും യേശു അവന് പറഞ്ഞു കൊടുക്കുകയാണ്. നിനക്ക് ചില പ്രത്യേകതകളുണ്ട്, ആ പ്രത്യേകതകൾ കുറവാണെന്ന് നീ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ കുറവുകൾ നിത്യജീവൻ നിനക്ക് ലഭിക്കുന്നതിന് തടസ്സമാണ്. അതാണ് യേശു അവനോട് പറഞ്ഞത്. അപ്പോൾ യേശുവിനോട് സംസാരിക്കുന്നത് വരെ ഈ ചെറുപ്പക്കാരന് ഈ കുറവിനെക്കുറിച്ച് ബോധ്യം കിട്ടിയില്ലായിരുന്നു. അവന് ബോധ്യം കിട്ടാതിരുന്ന കുറവിതാണ്, അവന് സമ്പത്തിനോടുണ്ടായിരുന്ന മനോഭാവം അത് ഒരു കുറവായിരുന്നു ഈ പ്രത്യേകത എന്ന് അവന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അവന് സമ്പത്തിനോടുണ്ടായിരുന്ന മനോഭാവം അത് അവൻ്റെ ജീവിതത്തിൽ ഒരു കുറവാണെന്ന് തിരിച്ചറിയാൻ അവന് സാധിച്ചിരുന്നില്ല. സ്നേഹമുള്ളവർ, ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു കുറവാണെന്ന് നമ്മൾ തിരിച്ചറിയാത്ത പ്രത്യേകതകളുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഇതൊരു കുറവാണെന്ന് നമ്മൾ തിരിച്ചറിയാത്ത പ്രത്യേകതകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. നമ്മൾ സാംസനെ കുറിച്ച് വായിക്കുമ്പോൾ ഇതൊരു കുറവാണെന്ന് സാംസൺ തിരിച്ചറിയാത്തൊരു വലിയ പ്രത്യേകത സാംസന് സ്ത്രീകളുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടായിരുന്നു. ഇതൊരു കുറവാണെന്ന് സാംസൺ തിരിച്ചറിയാത്ത വലിയൊരു പ്രത്യേകത സാംസന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെ സാംസൺ അത് തിരിച്ചറിഞ്ഞില്ല. അതാണ് സാംസന് വിനയായി മാറിയത്. ദാവീദിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതൊരു കുറവാണെന്ന് ദാവീദ് തിരിച്ചറിയാത്തൊരു പ്രത്യേകത ദാവീദിന് സൗന്ദര്യത്തോടുണ്ടായിരുന്നു. അത് സൗന്ദര്യത്തോടുള്ള തന്റെ താല്പര്യത്തിലും സൗന്ദര്യത്തോടുള്ള തന്റെ ആരാധനയിലും ഇതൊരു കുറവാണെന്ന് ദാവീദ് തിരിച്ചറിയാത്തൊരു പ്രത്യേകതയുമായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. അതാണ് ദാവീദിന് വിനയായിത്തീരുന്നത്. ഏസാവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു കുറവാണെന്ന് ഏസാവ് തിരിച്ചറിയാത്ത ഒരു പ്രത്യേകത ഏസാവിന് ഭക്ഷണ വിഷയത്തിലുണ്ടായിരുന്നു. ഭക്ഷണ കാര്യത്തിൽ ഇതൊരു കുറവാണ്, എൻ്റെ ജീവിതത്തിൽ ഇതൊരു കുറവാണെന്ന് ഏസാവ് തിരിച്ചറിയാത്തൊരു പ്രത്യേകതയുമായിട്ടാണ് ഏസാവ് ജീവിച്ചത്. സ്നേഹമുള്ളവരെ, യൂദാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു കുറവാണെന്ന് യൂദാസ് തിരിച്ചറിയാത്തൊരു പ്രത്യേകമായൊരു താല്പര്യം യൂദാസിന് പണത്തോടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യൂദാസ് യേശുവിനെ വേദനിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഗഹസിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകവസ്തുക്കളോടുള്ള താല്പര്യം ഒരു കുറവാണെന്ന് ഗഹസി തിരിച്ചറിയാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് മാരകമായ രോഗം പിടിപെടുന്നതും അദ്ദേഹത്തിന് കിട്ടിയ ശിഷ്യത്വം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകുന്നതും. അപ്പോൾ സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതൊരു കുറവാണെന്ന് നമ്മൾ തിരിച്ചറിയാതെ കൊണ്ടു നടക്കുന്ന പ്രത്യേകതകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. കർത്താവിൻ്റെ അരികിലിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് കാണിച്ചു തരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രത്യേകതകളിലും ചില കുറവുകളുണ്ടെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കുക. അങ്ങനെ കുറവുകൾക്കുണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിക്കാണ് ആ കുറവുകളെ അതിജീവിക്കാനും വലിയ ദൈവകൃപയിലേക്ക്
കടന്നു വരാനും സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ അപ്രതീക്ഷിതമായ വീഴ്ചകൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പതറിപ്പോകുന്നത്, പകച്ചു പോകുന്നത് വാസ്തവത്തിൽ ഒരു കുറവാണെന്ന് നമുക്ക് പിടികിട്ടാത്ത പ്രത്യേകതകളുമായി നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ്. ഇതൊരു കുറവാണെന്ന് എനിക്ക് പിടികിട്ടാത്ത ചില പ്രത്യേകതകളുമായി ഞാൻ മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണ് അപ്രതീക്ഷിതമായി ഞാൻ ചിലപ്പോൾ വീണു പോകുന്നത്, അപ്രതീക്ഷിതമായി ഞാൻ ചിലത് പറഞ്ഞു പോകുന്നത്, അപ്രതീക്ഷിതമായി ഞാൻ ചിലത് കണ്ടുപോകുന്നത്. ഇത് കുറവാണെന്ന്, എൻ്റെ ജീവിതത്തിൽ ഇതൊരു കുറവാണെന്ന് തിരിച്ചറിയാത്ത പ്രത്യേകതകളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് വലിയ സത്യം. അതിന് കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ കാണുന്നത് പോലെ കാണുവാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത്. ഒരു ദിവസം ഒരു സ്ത്രീ അവരുടെ മുറി വൃത്തിയാക്കാനായിട്ട് ഇറങ്ങി. അവരുടെ കയ്യിൽ ഒരു ചൂലം പിടിച്ച് അവർ അവരുടെ മുറി വൃത്തിയാക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ അവരുടെ റൂമിൽ ചെന്ന ഈ സ്ത്രീ ചൂലം പിടിച്ച് നിൽക്കുമ്പോൾ ആ സ്ത്രീക്ക് അവിടെ പ്രത്യേകിച്ച് പൊടിയോ മാലിന്യങ്ങളോ അഴുക്കോ ഒന്നും കാണാൻ സാധിച്ചില്ല. അവരങ്ങനെ ഈ ചൂലം പിടിച്ച് ഇവിടെ ഒന്നും വൃത്തിയാക്കാനില്ലല്ലോ എന്നും ചിന്തിച്ചിങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ച കാര്യം ഇതാണ്. അവരുടെ മുറിക്ക് ഒരു ജനാലുണ്ട്. ആ ജനാല കതകിൽ ഒരു ചെറിയ ദ്വാരമുണ്ടായിരുന്നു. ആ ചെറിയ ദ്വാരത്തിലൂടെ അല്പം സൂര്യപ്രകാശം അകത്തേക്ക് പ്രവേശിച്ചു. നമുക്കറിയാം, ഈ ജനലിന്റെ ദ്വാരത്തിലൂടെ, ഈ ജനൽപാളിയുടെ ദ്വാരത്തിലൂടെ സൂര്യപ്രകാശം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത് ചെറുതായി വന്ന് അങ്ങനെ വലുതായി മുറിയിലേക്ക് ഇങ്ങനെ കടന്നു. നമ്മളെ ഈ സ്ത്രീ പിന്നീട് ചെയ്തൊരു കാര്യം ഇതാണ്. ഈ ജനാലിലൂടെ പ്രവേശിച്ച ആ പ്രകാശത്തിൽ ആ സ്ത്രീ നോക്കി. ആ പ്രകാശത്തിലേക്ക് ആ സ്ത്രീ നോക്കിയപ്പോൾ കണ്ട കാര്യം, ആ പ്രകാശത്തിൽ നൃത്തം ചെയ്യുന്ന മാലിന്യങ്ങളും അഴുക്കുകളും ആ സ്ത്രീക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. ആ സ്ത്രീക്ക് വലിയൊരു കാര്യം ബോധ്യപ്പെട്ടു. ഈ റൂമിൽ വൃത്തിയാക്കാനുള്ള പലതും ഉണ്ടെങ്കിലും അതെനിക്ക് കാണാൻ സാധിക്കാത്തത് ആവശ്യത്തിന് പ്രകാശമില്ലാത്തത് കൊണ്ടാണെന്ന്. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ വചനം കേൾക്കാൻ നമ്മൾ ഓരോരുത്തരും ഇരിക്കുമ്പോൾ വൃത്തിയാക്കാൻ ഒന്നുമില്ല എന്ന് വിചാരിച്ചായിരിക്കും നമ്മളിൽ പലരും ഇരിക്കുന്നത്. വൃത്തിയാക്കാൻ ഒന്നുമില്ല എന്ന് കരുതിയിരിക്കുന്നവർക്കും സുവിശേഷത്തിന്റെ പ്രകാശം ഹൃദയത്തിലേക്ക് കടന്നു വരാൻ അനുവദിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ പ്രകാശം ജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുവദിച്ചാൽ, ആ പ്രകാശത്തിൽ നൃത്തം ചെയ്യുന്ന അഴുക്കുകളെ ദൈവം നമുക്ക് കാണിച്ചു തരും. ആ പ്രകാശത്തിൽ നൃത്തം ചെയ്യുന്ന മാലിന്യങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും. ആ പ്രകാശത്തിൽ നൃത്തം ചെയ്യുന്ന അശുദ്ധികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും. സ്നേഹമുള്ളവരെ, വൃത്തിയാക്കാൻ ഒന്നുമില്ലാഞ്ഞിട്ടല്ല നമ്മളിൽ പലരും അത് കാണാത്തത്. വൃത്തിയാക്കാൻ പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. ആവശ്യത്തിന് പ്രകാശമില്ലാത്തത് കൊണ്ടാണ് നമ്മളിൽ പലരും വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തെ കാണാതെ പോകുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വൃത്തിയാക്കാൻ ഒന്നുമില്ല എന്ന് കരുതിയിരിക്കാതെ ദൈവത്തോട് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക. ദൈവമേ, നിന്റെ പ്രകാശം എൻ്റെ ജീവിതത്തിലേക്ക് നീ അയക്കണമേ. നിന്റെ പ്രകാശം എൻ്റെ ഹൃദയത്തിലേക്ക് നീ അയക്കണമേ. നിന്റെ പ്രകാശം എന്നിലേക്ക് അയച്ചോ, എന്നെ മനസ്സിലാക്കാനും എന്നെ തിരിച്ചറിയാനും നീ സഹായിക്കണമേ. സങ്കീർത്തകന്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായ സങ്കീർത്തകന്റെ ഒരു പ്രാർത്ഥന സങ്കീർത്തനം 139 നമ്മൾ വായിക്കും. 139 സങ്കീർത്തനത്തിന്റെ 23, 24 തിരുവചനങ്ങൾ. അവിടെ സങ്കീർത്തകൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിന്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഈ സങ്കീർത്തകൻ വളരെ എളിമയോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിന്റെ മാർഗത്തിലൂടെയാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഇവിടെ സങ്കീർത്തകന്റെ വളരെ എളിമ നിറഞ്ഞൊരു പ്രാർത്ഥനയാണ്. ദൈവമേ, എൻ്റെ ഹൃദയത്തെ നീ പരിശോധിച്ച്, എൻ്റെ വിചാരങ്ങളെ നീ പരിശോധിച്ച്, ഞാൻ വിനാശത്തിന്റെ മാർഗത്തിലൂടെയാണ് നടക്കുന്നതെങ്കിൽ, ചരിക്കുന്നതെങ്കിൽ നീ എനിക്കത് പറഞ്ഞു തരണം. എത്രയോ മനോഹരമായ പ്രാർത്ഥനയാണത്. ദൈവമേ, നീ എൻ്റെ ഹൃദയത്തെ പരിശോധിക്കണം, എൻ്റെ വിചാരങ്ങളെ നീ മനസ്സിലാക്കണം. എന്നിട്ട് വിനാശത്തിന്റെ മാർഗത്തിലൂടെ എങ്ങാനുമാണ് ഞാൻ ചരിക്കുന്നതെങ്കിൽ നീ എനിക്കത് പറഞ്ഞു തരണം. എത്ര എളിമ നിറഞ്ഞ പ്രാർത്ഥനയാണത്. ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിൽ പലരും മറ്റുള്ളവർ മൂലമാണ് ആ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, തടസ്സങ്ങൾ ഉണ്ടാകുന്നത്, ജീവിതത്തിൽ പലതും സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ
സങ്കീർത്തകൻ വളരെ എളിമയോടുകൂടെ ദൈവത്തോട് പറയുകയാണ്, ഞാൻ മറ്റുള്ള ആരെയും കുറ്റപ്പെടുത്താൻ ഞാനില്ല, എൻ്റെ കൂടെ ജീവിക്കുന്ന ആരെയും കുറ്റപ്പെടുത്താൻ ഞാനില്ല. ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ്, വിനാശത്തിന്റെ മാർഗത്തിലൂടെ എങ്ങാനുമാണ് ഞാൻ പോകുന്നതെങ്കിൽ നീ എനിക്കത് പറഞ്ഞു തരിക. എൻ്റെ ഹൃദയത്തെ നീ പരിശോധിക്കുക, എൻ്റെ വിചാരങ്ങൾ നീ മനസ്സിലാക്കുക. നിനക്കതറിയാം, നീ എനിക്കത് കാണിച്ചു തന്ന എന്നെ രക്ഷയുടെ മാർഗത്തിലേക്ക് നീ നയിക്കണമേ. മനോഹരമായ ഒരു പ്രാർത്ഥനയാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ വചനത്തെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ഒരു സ്ഥലത്ത് അതിനോട് ചേർന്ന് ഒരു സംഭവം വായിക്കാനിട വന്നു. അതിങ്ങനെയാണ്, ഒരു സ്ഥലത്തൊരു വീട്ടിൽ ഒരു ഭർത്താവിന് വലിയ സംശയം. തൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് നാളുകളായിട്ട് ചെവി കേൾക്കുന്നില്ല, കേൾവി കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു വലിയ സംശയം ഈ ഭർത്താവിന് വന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് ഭാര്യയോടത് ചോദിച്ച് ഭാര്യയെ വിഷമിപ്പിക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം അവരുടെ കുടുംബ ഡോക്ടറെ കണ്ട് ഈ വിവരം പറഞ്ഞു. എനിക്കിങ്ങനെ വലിയൊരു സങ്കടമുണ്ട്. സങ്കടം ഇതാണ്, എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് ദിവസങ്ങളായി കേൾവി കുറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവൾ കേൾക്കുന്നില്ല. അവൾ കുടുംബ ഡോക്ടറോട് പറഞ്ഞു, അവൾക്ക് മനസ്സിലാക്കാതെ ഇതെങ്ങനെയെങ്കിലും ഒന്നെനിക്ക് അത് തിരിച്ചറിയണം, ഉറപ്പിക്കണം, അവൾക്ക് ഈ പ്രോബ്ലം ഉണ്ടെന്ന്. അവൾ ഈ കുടുംബ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, അതിൻ്റെ എളുപ്പവഴി ഇതാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാര്യ അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കുറച്ച് ദൂരെ നിങ്ങൾ നിൽക്കുക, ഒരു 40 അടി ദൂരെ നിങ്ങൾ നിൽക്കുക. എന്നിട്ട് ഭാര്യയോട് നിങ്ങൾ ചോദിക്കുക, ഇന്ന് എന്താണ് ഭക്ഷണത്തിനുള്ളതെന്ന്. അപ്പോൾ ഭാര്യ ഒരു മറുപടിയും തരുന്നില്ലെങ്കിൽ നിങ്ങൾ 10 അടി കൂടെ മുന്നിലേക്ക് പോവുക, 30 അടി ദൂരത്തു നിന്ന് ചോദിക്കുക, എന്താണ് ഇന്ന് ഭക്ഷണത്തിന് സ്പെഷ്യൽ എന്ന്. എന്നിട്ടും ഭാര്യ ഉത്തരം നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു 20 അടി ദൂരത്തിലേക്ക് പോവുക. അവിടെ നിന്നും ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ കുറച്ചുകൂടി അടുത്ത് നിൽക്കുക. അങ്ങനെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഭാര്യ അറിയാതെ നിങ്ങളുടെ ഭാര്യയ്ക്ക് കേൾവിക്കുറവുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇദ്ദേഹം ഈ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഭാര്യ ഭക്ഷണം പാചകം ചെയ്യുകയാണ്. ഇദ്ദേഹം ഡോക്ടർ പറഞ്ഞതുപോലെ ഏകദേശം ഭാര്യയിൽ നിന്നൊരു 40 അടി ദൂരെ നിന്നു. 40 അടി ദൂരെ നിന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, മോളെ, ഇന്ന് അത്താഴത്തിന് എന്താണ് സ്പെഷ്യൽ? ചോദ്യം ചോദിച്ചതല്ലാതെ ഒരു മറുപടിയുമില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഭാര്യയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. അദ്ദേഹം കുറച്ചുകൂടെ മുമ്പിലേക്ക് കയറി നിന്നു. 30 അടി ദൂരത്തേക്ക് നിന്നു. 30 അടി ദൂരത്തേക്ക് നിന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിച്ചു, മോളെ, ഇന്ന് അത്താഴത്തിന് എന്താണ് സ്പെഷ്യൽ? അപ്പോഴും ഒരു മറുപടിയില്ല. അദ്ദേഹത്തിന് വലിയ സങ്കടമായി, എൻ്റെ ഭാര്യയ്ക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്. അദ്ദേഹം 20 അടി ദൂരത്തേക്ക് നിന്നു. 20 അടി ദൂരത്ത് നിന്ന് വീണ്ടും ചോദിച്ചു, മോളെ, ഇന്ന് അത്താഴത്തിന് എന്താണ് സ്പെഷ്യൽ? അപ്പോഴും മറുപടി കേൾക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഉള്ളിൽ ചിന്തിച്ചു, ദൈവമേ, എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും വലിയ പ്രശ്നമാണ്. അദ്ദേഹം 10 അടി ദൂരെ നിന്നു. എന്നിട്ട് ചോദിച്ചു, മോളെ, ഇന്ന് അത്താഴത്തിന് എന്താണ് സ്പെഷ്യൽ? അപ്പോഴും ഒരു മറുപടി കേൾക്കുന്നില്ല. അദ്ദേഹത്തിന് വലിയ സങ്കടമായി. അദ്ദേഹം ഭാര്യയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, മോളെ, അത്താഴത്തിന് എന്താണ് സ്പെഷ്യൽ? അപ്പോൾ ഭാര്യ മറുപടി പറഞ്ഞു, ജെയിംസ്, ഇത് 5-ാം വട്ടമാണ് ഇന്ന് ചിക്കനാണ് സ്പെഷ്യൽ എന്ന് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ആ സംഭവത്തിന് ശേഷം ജെയിംസ് ഏട്ടന് മനസ്സിലായി ആരുടെയാണ് കേൾവി പോയിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ്, നമ്മളൊരു പ്രശ്നത്തിൽ പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ പെടുമ്പോൾ, ഒരു തെറ്റിൽ പെടുമ്പോൾ പലപ്പോഴും മറ്റുള്ളവർക്കാണ് പ്രശ്നമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ കൂടെ ജീവിക്കുന്നവർക്കാണ് പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്കാണ് പ്രശ്നമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ്, നീ നിന്നിലേക്ക് തന്നെ തിരിയുക, നീ നിന്നിലേക്ക് തന്നെ തിരിയുക. ഈ ജെയിംസ് ഏട്ടനെ പോലെ കൂടെയുള്ളവരുടെ കുറവുകളും കൂടെയുള്ളവരുടെ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ അവർക്ക് പലതും കണ്ടെത്താൻ സാധിക്കാതിരിക്കുമ്പോൾ സങ്കീർത്തകൻ നമ്മോട് പറയും, നീ നിന്നിലേക്ക് തിരിയുക, നിന്നിലേക്ക് തിരിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് പരിശോധിക്കുക, എൻ്റെ വിചാരങ്ങളൊന്ന് നീ മനസ്സിലാക്കുക, എന്നിട്ട് നീ എന്നോട് പറഞ്ഞു തരിക, വിനാശത്തിന്റെ മാർഗത്തിലൂടെയാണോ ഞാൻ ചരിക്കുന്നതെന്ന് നീ എനിക്ക് കാണിച്ചു തരിക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിനാശത്തിന്റെ മാർഗത്തിലൂടെ എങ്ങാനുമാണ് ഞാൻ ചരിക്കുന്നതെങ്കിൽ അതെനിക്ക് കാണിച്ചു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മുടെ കണ്ണുകൾ വേണ്ട വിധത്തിൽ കാണാൻ തുറന്നു തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഈ ദിവസം പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 42-ാം തിരുവചനത്തിൽ യേശു ജെറുസലേമിനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. യേശു ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്, സമാധാനത്തിനുള്ള മാർഗമെങ്കിൽ ഇന്നെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ
എന്നാൽ അവ നിന്റെ കണ്ണുകൾക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. യേശു പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ നിന്റെ ദൃഷ്ടികൾക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ കണ്ണുകൾക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അത് യേശു ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിക്കുകയാണ്. ജെറുസലേമിൽ ദൈവം കർത്താവ് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അടയാളങ്ങൾ പ്രവർത്തിച്ചു. പക്ഷേ അവർ യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും മനസ്സിലാക്കി മാനസാന്തരപ്പെടാതിരുന്നപ്പോൾ യേശു ആ നഗരത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയാണ്, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഇന്നെങ്കിലും നിനക്കറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്നിട്ട് യേശു ഇങ്ങനെയാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്, നിന്റെ കണ്ണുകൾ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്, നിന്റെ ദൃഷ്ടികൾ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് സമാധാനത്തിൻ്റെ മാർഗങ്ങൾ, വഴികൾ കാണാൻ കഴിയാതെ പോകുന്നത്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ കണ്ണുകൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് വേണ്ട വിധത്തിൽ കാണാൻ നമുക്ക് സാധിക്കാത്തത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് കടന്നു വരാൻ, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരാൻ അനുവദിച്ചാൽ തീർച്ചയായും നമ്മളെ തന്നെ വേണ്ട വിധത്തിൽ കാണാൻ നമുക്ക് സാധിക്കും. അതിന് ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയുള്ള പ്രതിസന്ധികളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വ്യക്തിയാണ് പത്രോസ്ലീഹ. കാരണം തിരുസഭയുടെ വലിയ ഇടയനാണ് പത്രോസ്ലീഹ. പത്രോസ്ലീഹയെക്കുറിച്ച് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ധ്യാനിക്കുകയും നമ്മൾ പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, പത്രോസിന്റെ ജീവിതത്തിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. പത്രോസിന്റെ ജീവിതത്തിലുണ്ടായ വീഴ്ചകളിലേക്ക്, പത്രോസിനെ കൊണ്ടുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും കടന്നു വന്നിട്ടുള്ള ചില കുറവുകളും നമ്മുടെ ജീവിതത്തിലും കടന്നു വന്നിട്ടുള്ള ചില പാപങ്ങളും എന്തിൻ്റെ കാരണത്താലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ പത്രോസിന്റെ ജീവിതത്തിലെ വീഴ്ചകളെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും നമുക്കൊരുപക്ഷെ അതുപോലെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. അവിടെ പത്രോസിന്റെ വീഴ്ചകളിലേക്ക് പത്രോസിനെ നയിക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ, ഒന്നാമത്തെ ഒരു സാഹചര്യം ഇതാണ്, പത്രോസിന്റെ ഓവർ കോൺഫിഡൻസ്, അതായത് അമിതമായ ആത്മവിശ്വാസം. എന്തായിരുന്നു അമിതമായ ആത്മവിശ്വാസം? എനിക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല, മറ്റാർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. എന്തൊക്കെ മറ്റുള്ളവർക്ക് സംഭവിച്ചാലും പത്രോസ് തന്നെ യേശുവിനോട് അത് പറയുന്നുണ്ട്. പത്രോസ് തന്നെ യേശുവിനോട് ഒരിക്കലും അത് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ പത്രോസ് യേശുവിനോട് പറയുന്നുണ്ട്, മറ്റെല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല, മറ്റുള്ളവരൊക്കെ തെറ്റ് ചെയ്താലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല, മറ്റുള്ളവരൊക്കെ നിന്നെ ഉപേക്ഷിച്ചു പോയാലും ഞാൻ ഉപേക്ഷിച്ചു പോവുകയില്ല. പത്രോസിന് അത്രയും ആത്മവിശ്വാസമായിരുന്നു, പത്രോസിന് തന്നിൽ തന്നെ അത്രയും ആത്മവിശ്വാസമായിരുന്നു. പത്രോസിന്റെ ഈ അമിതമായ ആത്മവിശ്വാസം പത്രോസിന് വിനയായി മാറുന്നത്. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എനിക്കെന്ത് ചെയ്താലും ഒരു തെറ്റ് പറ്റുകയില്ല എന്നുള്ള അമിതമായ ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തെ വലിയ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോകാം. ഒരിക്കൽ ഞാൻ പോട്ട ആശ്രമത്തിലായിരുന്ന സമയം അവിടെ ധ്യാനത്തിന് വന്ന ഒരു സിസ്റ്ററിനെ കണ്ട് സംസാരിച്ചപ്പോൾ ആ സിസ്റ്റർ ധ്യാനം പ്രസംഗിക്കുന്ന വചനം പ്രസംഗിക്കുന്ന ഒരു സിസ്റ്ററായിരുന്നു. പക്ഷെ കുറച്ച് നാളുകളായിട്ട് ആ സിസ്റ്ററിന് വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ സിസ്റ്ററിന് വചനം പ്രഘോഷിക്കാൻ പോയിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, വചനം വായിക്കാൻ സാധിക്കുന്നില്ല, വിശ്വാസം വേണ്ട വിധത്തിൽ ആ സിസ്റ്ററിൽ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ആ സിസ്റ്ററിൻ്റെ പ്രൊവിൻഷ്യാളമ്മയൊക്കെ ഈ സിസ്റ്ററിനെ അവിടെ ധ്യാനത്തിന് വിട്ടതാണ്. അങ്ങനെ ഈ സിസ്റ്ററെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് സിസ്റ്റർ ഇങ്ങനെയായി തീർന്നത് എന്നതിനെക്കുറിച്ച്, അപ്പോൾ സിസ്റ്റർ നന്നായിട്ട് വചനം പറയും, സിസ്റ്ററിന് നല്ല ധ്യാനമൊക്കെ നടത്താനുള്ള കഴിവുണ്ട്, ഇതെല്ലാം ചെയ്യുമ്പോൾ ആ കാലങ്ങളിൽ ഈ സിസ്റ്ററിന് നല്ലൊരു ആഗ്രഹം വന്നു, ഈ പൈശാചികമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം, പ്രത്യേകിച്ച് സാത്താൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം. അങ്ങനെ ഈ സിസ്റ്റർ എന്ത് ചെയ്തു? അങ്ങനെ ഡെവിൾ വർഷിപ്പേഴ്സിൻ്റെ സൈറ്റുകളിൽ കയറാനും അതിൽ കയറി ഇതിൻ്റെ പിശാചിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും തുടങ്ങി. അങ്ങനെ പിശാചിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വായിച്ചു. അതോടൊപ്പം ഇങ്ങനെയുള്ള ഡെവിൾ വർഷിപ്പേഴ്സിൻ്റെ സൈറ്റുകളിൽ ചില പ്രത്യേക തരത്തിലുള്ള മ്യൂസിക്കൊക്കെ ഉണ്ട്, അതൊക്കെ കേട്ടു. അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ഈ ക്യൂരിയോസിറ്റി കൊണ്ട് വായിച്ചു പോയി.
അവസാനം വന്നപ്പോൾ ഈ സിസ്റ്ററിലേക്ക് വലിയൊരു ഭയവും അസ്വസ്ഥതകളും കടന്നു വന്നു. സിസ്റ്ററിന് ഇപ്പോൾ ഒരു കാര്യവും ചെയ്യാൻ ധൈര്യമില്ല. അതോടൊപ്പം സിസ്റ്ററിലേക്ക് വലിയ ഭയം കടന്നു വന്നിരിക്കുന്നു. സിസ്റ്ററിന് വചനങ്ങളൊന്നും വേണ്ടതുപോലെ പ്രാർത്ഥിക്കാനോ വായിക്കാനോ സാധിക്കുന്നില്ല. സിസ്റ്ററിന്റെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സിസ്റ്ററിനെ അവിടെ ധ്യാനത്തിനേക്കായിട്ട് അയച്ചത്. ഞങ്ങൾ കുറച്ചുപേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴും കർത്താവ് നൽകിയ സന്ദേശം ഇതായിരുന്നു: എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് കരുതി ഒരു സുരക്ഷയ്ക്കുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കരുതലും കൂടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയതുകൊണ്ടാണ് ഈ സിസ്റ്ററിന് ഇത്രയും വലിയ അബദ്ധം സംഭവിച്ചത്. അത് എനിക്ക് എന്ത് കണ്ടാലും എന്നെ ഒന്നും ബാധിക്കുകയില്ല, എന്ത് വായിച്ചാലും എന്നെ ഒന്നും ബാധിക്കുകയില്ല, എന്ത് കണ്ടാലും എന്ത് വായിച്ചാലും ആരോട് സംസാരിച്ചാലും മിണ്ടിയാലും എന്നെ ബാധിക്കുകയില്ല എന്നുള്ള ചില ആത്മവിശ്വാസം, അതോടൊപ്പം പ്രാർത്ഥനയുടെ കുറവും, അത് രണ്ടും കൂടെ ആയപ്പോഴാണ് ആ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഈ വലിയ വീഴ്ച സംഭവിച്ചത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാനിടയുള്ള ഒരു സാഹചര്യമാണ് എനിക്ക് തെറ്റുപറ്റുകയില്ല എന്നൊരു ചിന്ത. ഞാൻ എന്ത് കണ്ടാലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ എന്ത് കേട്ടാലും എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരും. ഞാൻ ഒരിക്കൽ ഒരു സെമിനാരിക്കാരൻ, അദ്ദേഹം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയം അദ്ദേഹത്തിന് ഈ സെക്സ് സംബന്ധമായ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനെ പ്രത്യേകിച്ച് അതേക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഇമോഷൻസിൻ്റെ സ്പെഷ്യലൈസേഷന് പോകുന്നതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പഠിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ നമ്മളെ തന്നെ നിയന്ത്രിക്കാനൊരു കഴിവില്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാമെന്ന്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ല, അച്ഛാ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ്. അങ്ങനെ സൈക്കോളജിയിൽ ഇമോഷൻസിൽ സ്പെഷ്യലൈസേഷന് വേണ്ടി അദ്ദേഹം പോയി. അപ്പോൾ ഇമോഷൻസിൽ സ്പെഷ്യലൈസേഷനൊക്കെ ആകുമ്പോൾ എല്ലാ തരത്തിലുള്ള ഇമോഷൻസിനെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും എപ്പോഴൊക്കെയാണ് എങ്ങനെയാണ് ഇമോഷൻസ് ഉണ്ടാകുന്നത്, അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പ്രാക്ടിക്കലായിട്ടും എല്ലാം പഠിക്കണം, അതിൻ്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കും. അപ്പോൾ കുടുംബജീവിതത്തെക്കുറിച്ച്, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, അതിലുള്ള ഇമോഷൻസിനെ കുറിച്ച്, അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സൈക്കോളജിയിൽ ഇമോഷൻസ് സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ പഠിക്കണം. അങ്ങനെ ഇദ്ദേഹം എല്ലാം പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് ദൈവവിളിയോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയി, ഒരു പുരോഹിതനാകാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയി. അവസാനം അദ്ദേഹം ദൈവവിളി ഉപേക്ഷിച്ചു പോയി. അപ്പോൾ സ്നേഹമുള്ളവരെ, ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഞാൻ എന്ത് കണ്ടാലും, ഞാൻ എന്ത് വായിച്ചാലും, ഞാൻ എന്ത് മനസ്സിലാക്കിയാലും, ഞാൻ എന്തുമോരം സംസാരിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുകയില്ല എന്ന രീതിയിലുള്ള ആത്മവിശ്വാസമുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങളിൽ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവിക്കുന്നതിന്, ഈ തള്ളിപ്പറച്ചിൽ ഇടവരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം പത്രോസിന്റെ അമിതമായ ആത്മവിശ്വാസമാണ്. രണ്ടാമതായിട്ട് പത്രോസിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, പത്രോസിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഈ പ്രതിസന്ധിയിൽ ചെന്ന് വീഴാനുള്ള രണ്ടാമത്തെ കാരണം പത്രോസ് ആരുടെ കൂട്ടത്തിൽ പോയി ഇരുന്നു എന്നുള്ളതാണ്. പത്രോസ് ആരുടെ കൂട്ടത്തിലാണ് പോയി ഇരുന്നത്? പത്രോസ് ഒരിക്കലും താൻ ചെന്നിരിക്കാൻ പാടില്ലാത്തവരുടെ കൂട്ടത്തിലാണ് പോയിരുന്നത്. ആ കൂട്ടത്തിൽ പോയിരുന്നത് കൊണ്ടാണ് പത്രോസിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത്. പത്രോസിന് ആ സ്ത്രീയുടെ ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വന്നത് അവരുടെ കൂട്ടത്തിൽ പോയിരുന്നത് കൊണ്ടാണ്, ആ ഒരു സാഹചര്യത്തിൽ പോയിരുന്നത് കൊണ്ടാണ് പത്രോസിന്റെ നേരെ ഈ ചോദ്യങ്ങൾ വന്നത്. ആ ചോദ്യങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പത്രോസിന് ഇങ്ങനെ യേശുവിനെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: നമ്മൾ ആരുടെ കൂടെയാണ് ചെന്നിരിക്കുന്നത്, നമ്മൾ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്, നമ്മൾ ആരുടെ കൂടെയൊക്കെയാണ് ഇടപഴകുന്നത്, നമ്മൾ ആരോട് കൂടെയൊക്കെയാണ് ഫോൺ ചെയ്യുന്നത്, നമ്മൾ ആരോട് കൂടെയൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത്. എൻ്റെ ഫേസ്ബുക്കിൽ ആരൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്, എൻ്റെ വാട്സാപ്പിൽ ആരൊക്കെയാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്, സോഷ്യൽ നെറ്റ്വർക്സിൽ ആരൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളത്. അവർ വിശ്വാസമുള്ളവരാണോ, വിശ്വാസമില്ലാത്തവരാണോ, എപ്പോഴും സെക്സ്, ജഡികമായ കാര്യങ്ങൾ സംസാരിക്കുന്നവരാണോ, അതല്ല എപ്പോഴും ലൗകികമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരാണോ, എപ്പോഴും പണത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്നവരാണോ, എപ്പോഴും മറ്റു കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണോ? നമ്മൾ ആരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുന്നു, ആരുടെ കൂടെ കൂട്ടുകൂടുന്നു, ഏത് സാഹചര്യത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ദൈവവിളിയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇല്ല എങ്കിൽ യേശുവിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളിലേക്കും നമ്മൾ അറിയാതെ കടന്നു പോകുവാൻ ഇടയുണ്ട്. സ്നേഹമുള്ളവർ, പത്രോസിന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. നമ്മളും പലപ്പോഴും ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. കാർഡിനൽ ആന്റണി പടിയറ പിതാവിന്റെ വളരെ മനോഹരമായ ഒരു ആത്മീയ ഗ്രന്ഥമാണ് ജേർണി ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം. വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരിയിലായിരിക്കുമ്പോൾ ഞാൻ വായിച്ചൊരു പുസ്തകമാണ്.
ഈ ജേണി ഇൻ സ്പിരിറ്റിൽ കർദിനാൾ ആന്റണി പടിയാർ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഉപദേശങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. അതിൽ അദ്ദേഹം ആന്റണി പടിയാർ പിതാവ് നൽകുന്ന ഒരു ഉപദേശം ഇതാണ്. ഒരിക്കൽ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ ഒരു കൊച്ചച്ഛനെ കുറിച്ച് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവളങ്ങനെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയി. അപ്പോൾ അച്ഛൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ തെറ്റായ ജീവിതം നയിക്കുന്ന ഒരു ലേഡി ഡോക്ടറിനെ കുറിച്ച് കേട്ടു. അവൾ അച്ഛൻ ഇങ്ങനെ ഒരു ചിന്ത വന്നു, എങ്ങനെയെങ്കിലും ഈ ലേഡി ഡോക്ടറെ മാനസാന്തരപ്പെടുത്തണം, എങ്ങനെയെങ്കിലും അവരെ മാനസാന്തരപ്പെടുത്തി പാപ വഴികളിൽ നിന്ന് അവർ രക്ഷിക്കണം. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യം, ആദ്യം ഈ ലേഡി ഡോക്ടറുമായിട്ട് പരിചയപ്പെട്ടു. പിന്നീട് ഈ ലേഡി ഡോക്ടറെ ഫോൺ നമ്പർ വാങ്ങി ഫോൺ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് പലയിടങ്ങളിലും വെച്ച് ഇവർ കണ്ട് സുഹൃത്തുക്കളായി മാറി. അപ്പോഴൊക്കെ ഈ ലേഡി ഡോക്ടറോട് തൻ്റെ വഴികൾ തെറ്റാണെന്നും തിരിച്ചു വരണമെന്നും യേശുവിലേക്ക് വരണമെന്നും യേശുവിനെ അറിയണമെന്നും ഒക്കെ പറയാൻ തുടങ്ങി. അതിനിടയിൽ ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി. അങ്ങനെ പല കാര്യങ്ങളും ഇവരിങ്ങനെ സംസാരിക്കും. അച്ഛൻ്റെ ലക്ഷ്യം ഇതായിരുന്നു, എങ്ങനെയെങ്കിലും ഈ ലേഡി ഡോക്ടറിൽ നിന്ന് മാനസാന്തരപ്പെടുത്തി എടുക്കണം. അങ്ങനെ ലേഡി ഡോക്ടറിനെ യേശുവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരണം. ആന്റണി പടിയറ പിതാവ് ആ സംഭവം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവസാനം ലേഡി ഡോക്ടർ അച്ഛനെ മാനസാന്തരപ്പെടുത്തി അവർ കല്യാണം കഴിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ സ്നേഹമുള്ളവരെ, അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ ആത്മീയ പിതാവ്, നമ്മുടെ ആന്റണി പടിയറ പിതാവ്, കർദിനാൾ ആന്റണി പടിയറ പിതാവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, മാനസാന്തരപ്പെടുത്താനുള്ള ലക്ഷ്യത്തോടെയാണെങ്കിൽ പോലും പാപകരമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരുമായിട്ട് നമ്മൾ അധികം അടുക്കാൻ പോകരുത്. അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനും അവരുമായിട്ട് കൂടുതൽ ചാറ്റ് ചെയ്യാനും അവരായിട്ട് കൂടുതൽ ഫോൺ വിളിക്കാനും അവരുടെ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ചോദിക്കാനും പോയാൽ നമ്മൾ അതിൽ പെട്ടുപോകും. ഒത്തിരിയേറെ വൈദികരെ, സിസ്റ്റേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട്. പലരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ ജീവിതത്തിലെ പാപവഴികളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലായി അതിനേക്കാൾ കൂടുതൽ തെറ്റായ ചിന്തകളിലേക്കും നിയന്ത്രണമില്ലാത്ത അവസ്ഥകളിലേക്കും പോയ അനേകരെ കണ്ടിട്ടുണ്ട്. അതേ സ്നേഹമുള്ളവരെ, ഇവിടെ നമുക്ക് ഈ തിരിച്ചറിവ് ലഭിക്കേണ്ടതുണ്ട്. നമ്മൾ ചെന്ന് ഇരിക്കാൻ പാടില്ലാത്ത ഇടങ്ങളിൽ ഇരിക്കാനോ, നമ്മൾ ചെന്ന് സംസാരിക്കാൻ പാടില്ലാത്തവരോട് സംസാരിച്ചിരിക്കാനോ ഇടവന്നാൽ പത്രോസിന് സംഭവിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കും. അതാണ് കർത്താവ് പത്രോസിന്റെ വീഴ്ചയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന വേറൊരു കാര്യം. നമ്മുടെ തന്നെ ജീവിതത്തിലെ പല വീഴ്ചകളെക്കുറിച്ചും ചിന്തിച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ പല കുറവുകളെക്കുറിച്ചും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ബോധപൂർവം മനപൂർവ്വം ഒന്നും അവിടെ നമ്മൾ എത്തിയതല്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചെന്നിരുന്നു, ചില വ്യക്തികളുമായിട്ട് കൂട്ടുകൂടി, ചിലരോട് നമ്മൾ ഫോൺ വിളിക്കാൻ തുടങ്ങി, ചിലരോട് നമ്മൾ ഫേസ്ബുക്കിൽ ഫ്രണ്ടായി ചാറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. സാവധാനമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്. പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് യേശു പറഞ്ഞു തരുന്നൊരു വലിയ സത്യം ഇതാണ്: നീ എവിടെയാണ് ചെന്നിരിക്കുന്നത്? ആരുടെ കൂട്ടത്തിലാണ് ചെന്നിരിക്കുന്നത്? ആരോടാണ് സംസാരിക്കുന്നത്? ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അപകടങ്ങളുണ്ടാകാം. യേശുവിന്റെ പ്രിയ ശിഷ്യനായ പത്രോസിന്റെ ജീവിതത്തിൽ പോലും അപകടങ്ങൾ ഉണ്ടായെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അപകടങ്ങൾ ഉണ്ടാകാമെന്ന യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. തുടർന്ന് നമ്മൾ യേശുവിന്റെ ജീവിതം പത്രോസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിലെ വീഴ്ചയ്ക്ക് മൂന്നാമത്തെ ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക, പത്രോസിന്റെ ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥന കുറവായിരുന്നു. യേശു തോട്ടത്തിലേക്ക് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയത് പ്രാർത്ഥിക്കാനും ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സംഭരിക്കാനുമാണ്. പ്രാർത്ഥിക്കാനും ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സംഭരിക്കാനുമാണ് യേശു പത്രോസിനെയും മറ്റുള്ളവരെയും ഈ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷെ അവർ എന്തു ചെയ്തു? അവർ പ്രാർത്ഥന അങ്ങോട്ട് വിസ്മരിച്ചു. പ്രാർത്ഥന വിസ്മരിച്ചു അവർ അവിടെ ഇരുന്ന് വളരെ നന്നായിട്ട് അവർ ഉറങ്ങി. അപ്പോൾ യേശു അവരുടെ അരികിലേക്ക് വന്നു. യേശു അവരുടെ അരികിലേക്ക് വന്നിട്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം ഇതാണ്: പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആ വചനത്തെക്കുറിച്ച് നമ്മൾ അല്പം കൂടെ ധ്യാനിച്ചാൽ, കർത്താവ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം ഇതാണ്: 1, ഉണർന്നിരിക്കണം; 2, പ്രാർത്ഥിക്കണം. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ 1 ഉണർന്നിരിക്കണം, 2 പ്രാർത്ഥിക്കണം. ഉണർന്നിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഉണർന്നിരുന്നാലേ നമുക്ക് നേരെ വരുന്ന അപകടങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഉണർന്നിരുന്നാലേ നമുക്ക് നേരെ വരുന്ന പ്രതിസന്ധികളിൽ നമുക്ക് കാണാൻ സാധിക്കൂ. ഉണർന്നിരുന്നാലേ എനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ഉറങ്ങിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അരികിലൂടെ ഒരു പാമ്പ് എഴഞ്ഞു പോയി.
അത് നമ്മുടെ അരികിൽ വന്ന് നമ്മൾ കൊത്തിയാലും നമ്മൾ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ അറിയണമെന്നില്ല. കുറച്ച് ദിവസം മുമ്പ് വാട്സാപ്പിൽ ഒരു ചിത്രം, ഒരു ഫോട്ടോ ഒരാൾ അയച്ചു തന്നു. അത് ഇത്രമാണ്: ഒരാൾ മദ്യപിച്ച് പൂസായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ മലമ്പാമ്പ് വിഴുങ്ങി. പാമ്പിന്റെ അകത്ത് നിന്നിട്ടായിരിക്കാം അദ്ദേഹം മനസ്സിലായത് പാമ്പ് തന്നെ വിഴുങ്ങിയതെന്ന്. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ഉണർന്നിരിക്കാതിരുന്നാൽ, ഉറങ്ങിക്കിടന്നാൽ ചിലപ്പോൾ ആത്മീയ ജീവിതത്തിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കാം, അപകടങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഈശോ പറയാണ്, ഉണർന്നിരിക്കണം. ഉണർന്നിരുന്നാലേ നമുക്ക് ചുറ്റും എന്തൊക്കെയാ സംഭവിക്കുന്നത്, നിന്റെ നേരെ അപകടങ്ങൾ വരുന്നുണ്ടോ, നീ പ്രതിസന്ധിയിലാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് യേശു പറയാണ്, ഉണർന്നിരുന്നോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായില്ല. രണ്ടാമത്തെ കാര്യം നീ ചെയ്യണം. രണ്ടാമത്തെ കാര്യം ഇതാണ്: പ്രാർത്ഥിക്കണം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിലുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിന് നേരെ വരുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ശക്തി എനിക്കില്ല. എനിക്കില്ലാത്ത ശക്തി ഞാൻ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കണം. എനിക്ക് ഈ പ്രശ്നത്തെ അതിജീവിക്കണം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നമുണ്ട്. അതിനെ അതിജീവിക്കുവാൻ പ്രാർത്ഥിച്ച് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നമ്മൾ സ്വന്തമാക്കണം. അതാണ് യേശു പറഞ്ഞത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്നാൽ മാത്രം പോരാ, ഉണർന്നിരുന്നതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയിൽ വീഴ്ച വന്നാൽ നമ്മുടെ ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, സന്യാസ സമർപ്പണ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ താല്പര്യം കുറയുകയും പ്രാർത്ഥനയിൽ വീഴ്ച വരികയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാകും, പ്രലോഭനങ്ങളുണ്ടാകും. അവയിൽ നമ്മൾ അകപ്പെടുകയും ചെയ്യും. പരീക്ഷകൾ ഉണ്ടാകുന്നതും പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതും തെറ്റല്ല. പക്ഷെ ഈശോ പറഞ്ഞത് അതിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ നോക്കേണ്ടതുണ്ട്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ. പ്രലോഭനം വരട്ടെ, പരീക്ഷണം വരട്ടെ, അത് സ്വാഭാവികമാണ്. പക്ഷേ അത് അകപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന എപ്രകാരമാണ്? എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ എത്ര സമയം ഇരിക്കാൻ സാധിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ മാറ്റിവെച്ച് എനിക്ക് നൽകിയിരിക്കുന്ന സമയം വേണ്ടതുപോലെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? അതോ എൻ്റെ സമയം എവിടെയാണ് പോകുന്നത്? വാസ്തവത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. വാസ്തവത്തിൽ ഇപ്പോഴുള്ള ഈ കാലഘട്ടത്തിൽ പലരെയും കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, പലരും രാത്രിയിലും ഉണർന്നാണ് ഇരിക്കുന്നത്. 1 മണി 2 മണി വരെ പലരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും മൊബൈൽ ഫോണിലും ഒക്കെയാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ യേശു വന്നാൽ നമ്മോടൊക്കെ യേശു ഇങ്ങനെ പറയുമായിരിക്കും, മക്കളെ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നേരത്തെ കിടന്നുറങ്ങുവിൻ എന്ന് യേശു പറയുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം പലരും കിടന്നുറങ്ങുന്നത് 1 മണിക്കും 2 മണിക്കൊക്കെയാണ്. അപ്പോൾ 1 മണിക്കും 2 മണിയും വരെ പലരും ഈ ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെയാണ് പലരും 1 മണി വരെ 2 മണി. അപ്പോൾ പിന്നെ ഈശോ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്നാൽ ഈശോ തീർച്ചയായും നമ്മോട് പറയുന്ന, ഈശോ ഈ വചനത്തിൽ അല്പം മാറ്റമൊക്കെ വരുത്തുമായിരിക്കും. ഈശോ നമ്മോട് പറയും, മോളെ, നീ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട്, നീ നേരത്തെ കിടന്നുറങ്ങിയാൽ നിനക്ക് അത്രയും നല്ലത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ വചനം അതെന്നും നിലനിൽക്കുന്നതാണ്, സത്യമാണ്. മനുഷ്യർ പരീക്ഷയിലും പ്രലോഭനങ്ങളിലും അകപ്പെടാൻ സാധ്യതയുണ്ട്. കർത്താവ് എന്നിട്ട് അവരോട് കൂട്ടിച്ചേർത്തു, ആത്മാവ് സന്നദ്ധമായതുകൊണ്ട് മാത്രം കാര്യമില്ല. യേശു അവരോട് പറഞ്ഞു, ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. യേശുവിന്റെ ആ വചനം എത്രയോ സത്യമാണ്. യേശു പറയുകയാണ്, നമ്മുടെ ആത്മാവിൽ ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ, നല്ലൊരു പുരോഹിതനായി ജീവിക്കാൻ, നല്ലൊരു സിസ്റ്ററായി ജീവിക്കാൻ ആത്മാവിൽ ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. ശരീരം ബലഹീനമാണെന്നുള്ളൊരു വലിയ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മൾ അപകടങ്ങളിൽ ചെന്ന് വീഴാൻ ഇടയുണ്ട്. സ്നേഹമുള്ളവരെ, ഈ മേഖലകളിൽ നമുക്ക് അപകടങ്ങൾ വന്നിട്ടുണ്ടോ, അപകടങ്ങളിൽ വീണു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. മൊബൈൽ ഫോണും അതോടൊപ്പം നമ്മുടെ കാഴ്ചകളും ഫേസ്ബുക്കും വാട്സാപ്പും സോഷ്യൽ നെറ്റ്വർക്ക്സും ഇന്റർനെറ്റും ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങൾ എന്തുമാത്രം സ്വാധീനിക്കുന്നുണ്ട്. ജീവിതത്തിൽ കാണാൻ പാടില്ലാത്ത പലതും, കേൾക്കാൻ പാടില്ലാത്ത പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എൻ്റെ ജീവിതം അകന്നു പോകാൻ ഇടവരുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, കണ്ണുകളുടെ കാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം നമുക്ക് പറഞ്ഞിരുന്ന മനോഹരമായൊരു വചനം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 13-ാം തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകം 31-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ കണ്ണുകളെക്കുറിച്ച് വചനം പറയുകയാണ്, കണ്ണിനോളം കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? അവ നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. ദൈവത്തിന്റെ വചനം പറയാണ്, കണ്ണുകളുടെ അത്യാഗ്രഹത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയാണ്, നിന്റെ കണ്ണിനോളം കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്?
അവ നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. എത്രയോ വലിയ സത്യമാണത്. കണ്ണിനോളം കൊതിയുള്ളതായിട്ട് ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് വചനം പറയുകയാണ്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ സോളമൻ രാജാവ് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചിട്ടില്ല, ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല. സോളമൻ പറഞ്ഞു വയ്ക്കുകയാണ്, എൻ്റെ കണ്ണുകൾ എന്തൊക്കെ അഭിലഷിച്ചുവോ ഞാൻ അതൊന്നും അവയ്ക്ക് നിഷേധിച്ചില്ല, ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല. അതിൻ്റെ അർത്ഥം കണ്ണുകൾക്ക് അത്രമാത്രം കൊതിയുണ്ട്, കണ്ണുകൾക്ക് അത്രമാത്രം അഭിലാഷങ്ങളുണ്ട്, അതൊന്നും ഞാൻ നിഷേധിച്ചില്ല എന്ന് സോളമൻ രാജാവ് പറഞ്ഞു വയ്ക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ആത്മശോധന ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടായിരിക്കാം കർത്താവ് തിരുവചനത്തിൽ പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-23 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കും, കണ്ണാണ് നിന്റെ ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ കുറ്റമറ്റതായിരിക്കും. കണ്ണ് ദുഷിച്ചതാണെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലുള്ള പ്രകാശം ഇരുട്ടാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ജീവിതത്തെക്കുറിച്ച് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മളെക്കുറിച്ച് ഒരു ആത്മശോധന ചെയ്യാൻ നമുക്ക് ഈ 1 മണിക്കൂർ സമയം ഉപകരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പത്രോസിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പത്രോസിന് സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാനിടയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തിരിച്ചറിയാനും അതിൽ നിന്ന് മോചനം നേടാനും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 25-ാം തിരുവചനം, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25-ാം തിരുവചനം, നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. അതായത് അവിടെ ഒരു എങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ഞാനൊരു പുരോഹിതനായിട്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതുപോലെ നമുക്ക് ജീവിക്കാം. ഞാനൊരു സിസ്റ്ററായിട്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതുപോലെ എനിക്ക് ജീവിക്കാം. അതാണ് ദൈവം നമുക്ക് പറഞ്ഞത്. നാം ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ ആത്മാവിൽ നമുക്ക് വ്യാപരിക്കാം. വാസ്തവത്തിൽ ആത്മാവിൻ്റെ കാര്യങ്ങളും ആത്മാവിൻ്റെ അവസ്ഥയും നമുക്ക് പെട്ടെന്ന് മറ്റുള്ള കാര്യങ്ങൾ പോലെ പിടികിട്ടാത്തത് കൊണ്ടാണ് ശരീരത്തിൻ്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നാം ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ആത്മാവിൽ വ്യാപരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന്, ശരീരത്തിലാണോ ഞാൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തി തിരുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ദൈവം സാവൂളിനെ തെരഞ്ഞെടുത്തതുപോലെ തന്നെയാണ് എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തത്. യോഗ്യതകൾ നോക്കിയോ, കുടുംബത്തിൻ്റെ മഹിമ നോക്കിയോ, സൗന്ദര്യം നോക്കിയോ, പഠനം നോക്കിയോ, കഴിവ് നോക്കിയോ അല്ല ദൈവം തിരഞ്ഞെടുത്തത്. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ഒരു യോഗ്യതയും നോക്കിയല്ല ദൈവം നമ്മളെ വിളിച്ചതും വളർത്തിയതും വലുതാക്കിയതും. കുറേ നാളുകളൊക്കെ വിളിച്ച ദൈവം പറഞ്ഞതുപോലെ ചെയ്തു നടന്നു. കുറേ നാളുകളൊക്കെ ഉയർത്തിയ ദൈവം പറഞ്ഞതൊക്കെ ചെയ്തു നടന്നു. പിന്നീട് സാവധാനം നമ്മുടെ ബുദ്ധിയും പ്രായോഗികമായ ചിന്തകളും പറയുന്നതനുസരിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സാവൂളിനെക്കുറിച്ച് ദൈവം ഖേദിച്ചതുപോലെ നമ്മളെക്കുറിച്ചും ദൈവം ഖേദിക്കാനിടയുണ്ട്. തീർച്ചയായും ദൈവം ഒരു കാര്യം ചെയ്തിട്ട് അതേക്കുറിച്ച് ഖേദിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ സങ്കടമുള്ള കാര്യമാണത്. എന്നെ തിരഞ്ഞെടുത്ത കാര്യത്തിൽ, എന്നെ ഉയർത്തിയ കാര്യത്തിൽ, എന്നെ വളർത്തിയ കാര്യത്തിൽ, എനിക്കിത്രയും അനുഗ്രഹങ്ങൾ നൽകിയ കാര്യത്തിൽ, എനിക്കിത്രയും എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ നൽകിയ കാര്യത്തിൽ എൻ്റെ ദൈവം അതിൽ ഖേദിക്കാൻ ഇടവന്നാൽ തീർച്ചയായും നമ്മുടെ അവിശ്വസ്തതയാണ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹക്കുറവാണ് അതിൻ്റെ പുറകിലുള്ളത്. നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ആത്മശോധന ചെയ്യാം. എന്നെ തിരഞ്ഞെടുത്ത ദൈവം എൻ്റെ ഇന്നത്തെ പ്രവൃത്തികൾ ഓർത്ത് സന്തോഷിക്കുമോ? എന്നെ തിരഞ്ഞെടുത്ത ദൈവം എൻ്റെ ഇന്നത്തെ ജീവിതത്തെ നോക്കി സന്തോഷിക്കുമോ? അതോ എന്നെ തിരഞ്ഞെടുത്ത ദൈവം എൻ്റെ ഇന്നത്തെ ജീവിതത്തെ നോക്കി ഖേദിക്കുമോ? അത് നമുക്ക് കണ്ടെത്താനും ജീവിതത്തിൽ തിരുത്താനും സുവിശേഷത്തിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പ്രൈസ് ദി ലോർഡ്.